ഹലോ ഫ്രണ്ട്സ്, 2024 LGS ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 5ാമത്തെ സീരീസ് ആണിത്. ഇതിൽ 20 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ എല്ലാ ഓപ്ഷനുകളെ കുറിച്ചും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസും ചാനലിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ: ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ഓപ്ഷൻ എ ജർമ്മനി, ബി ബ്രിട്ടൻ, സി റഷ്യ, ഡി ഫ്രാൻസ്. അതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് റഷ്യ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഇരുമ്പുരുക്ക് ശാല, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല റഷ്യയുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത്. അടുത്ത ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. ജർമ്മനി, എ ആയിട്ട് നൽകിയിരുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച പ്രധാന ഇരുമ്പുരുക്ക് ശാലയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. അപ്പൊ ജർമ്മനിയുടെ സഹായത്തോടെ ഏതാണ്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ആണ് ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ചത്. അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നത് ബ്രിട്ടൻ. ബ്രിട്ടന്റെ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ബ്രിട്ടന്റെ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ്. അടുത്ത ഓപ്ഷനായി നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ഡി ആയിട്ട് നൽകിയിരുന്നത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച പ്രധാന ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. അതായത് ജർമ്മനി എന്ന് പറയുന്നത് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. ബ്രിട്ടന്റെ സഹായത്തോടെ എന്താണ്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ജർമ്മനിയുടെ സഹായത്തോടെ എന്താണ്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ഫ്രാൻസിന്റെ സഹായത്തോടെ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ: 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏത്? 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏത്? അല്ല, ഓപ്ഷൻസ്: എ മാനവശേഷി വികസനം, ബി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, സി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, ഡി സുസ്ഥിര വികസനം. അപ്പൊ 22ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, സുസ്ഥിര വികസനം. നമ്മൾ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 12ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിൽ തന്നെ അവസാനത്തെയായിരുന്നു. ഇന്ത്യയുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി. 2012 മുതൽ 2017 വരെയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനമായിരുന്നു. വേഗമേറിയതും കൂടുതൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച, അതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സുസ്ഥിര വികസനമായിരുന്നു. അതിന്റെ കാലഘട്ടം 2012 മുതൽ 2017 വരെ ആയിരുന്നു. പിന്നെ തന്നിരിക്കുന്നത് മാനവശേഷിയാണ്. മാനവശേഷി വികസനം അത് 8ാം പഞ്ചവത്സര പദ്ധതിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1992 മുതൽ 1997 വരെ. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് മനുഷ്യശേഷിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സാർവത്രിക അടിസ്ഥാന വിദ്യാഭ്യാസം, സാക്ഷരത, ആരോഗ്യ സംരക്ഷണം എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. ഈ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1992 മുതൽ 1997 വരെ ആയിരുന്നു. ഇതിൽ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് മനുഷ്യശേഷിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സാർവത്രിക അടിസ്ഥാന വിദ്യാഭ്യാസം, സാക്ഷരത, ആരോഗ്യ സംരക്ഷണം എന്നിവയായിരുന്നു ഈ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അടുത്ത ഓപ്ഷൻ തന്നിരുന്നത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 2ാം പഞ്ചവത്സര പദ്ധതിയുമാണ് ഇതിന് ബന്ധമുള്ളത്. 2ാം പഞ്ചവത്സര പദ്ധതിയുമായാണ് ഇതിന് ബന്ധമുള്ളത്. 1956 മുതൽ
1961 വരെയായിരുന്നു ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 1956 മുതൽ 1961 വരെ. വ്യവസായവൽക്കരണത്തിന് ആവശ്യമായ സാങ്കേതിക വിദഗ്ധരെയും ശാസ്ത്രജ്ഞന്മാരെയും വളർത്തുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതായത് വ്യവസായവും ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തിനൊക്കെയായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത്. അങ്ങനെ വ്യവസായവൽക്കരണം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, അതായിരുന്നു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. സി എന്ന് പറയുന്നത് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായാണ് ബന്ധം. 1951 മുതൽ 1956 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഗ്രാമവികസനവും സാമൂഹിക ക്ഷേമവും, അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആയിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലുള്ള പദ്ധതികൾ വഴി പ്രാദേശിക തലത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. അതായത് മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനമാണ് അതുകൊണ്ട് പ്രധാനമായിട്ട് ലക്ഷ്യമാക്കി വെച്ചിരുന്നത്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? സഞ്ജയയുടെ സേവനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് എ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, ബി കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, സി കെട്ടിട നികുതി അടയ്ക്കൽ, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിന്റെ ആൻസർ വരുന്നത് ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് സഞ്ജയ സേവനങ്ങൾ വഴി ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിടത്തിന്റെ അതായത് ഏജ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി സർട്ടിഫിക്കറ്റ്, അതായത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ, ഇവയെല്ലാം തന്നെ സഞ്ജയം വഴി നൽകുന്ന സേവനങ്ങളാണ്. കേരള സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഏത്? സഞ്ജയ. ഇതുവഴി നമുക്ക് ഭൂമിയുടെ രേഖകളും വിവരങ്ങളും എല്ലാം തന്നെ ലഭ്യമാകും. അതായത് ഉടമസ്ഥാവകാശം, ഭൂമിയുടെ വിസ്തീർണം, അതിർത്തികൾ, തരം തുടങ്ങിയ വിശദാംശങ്ങൾ എല്ലാം അറിയാനായിട്ട് സാധിക്കും. പിന്നെ പോക്കുവരവ് അപേക്ഷകൾ എല്ലാം തന്നെ ഇതിലാണ് നമുക്ക് ആപ്ലിക്കേഷൻ നൽകാനായിട്ട് സാധിക്കും. അതായത് ഭൂമി കൈമാറ്റം ചെയ്യുമ്പോഴുള്ള ഉടമസ്ഥാവകാശം റവന്യൂ രേഖകളിൽ മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാനും അതിന്റെ നിലവിലെ സ്ഥിതി അറിയാനും ഒക്കെ തന്നെ സഹായിക്കും. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, തണ്ടപ്പേര്, ഭൂനികുതി രസീത്, ഇതെല്ലാം തന്നെ സഞ്ജയ് വഴി നമുക്ക് ലഭ്യമാകുന്നതാണ്. ടാക്സ് അടയ്ക്കാനായിട്ട്, അതായത് ഭൂനികുതി അടയ്ക്കാനായിട്ട് ഇതിൽ നമുക്ക് സേവനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ റെസീപ്റ്റുകളെല്ലാം തന്നെ നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. റവന്യൂ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും അപേക്ഷകളും ഓൺലൈനായി സമർപ്പിക്കാനും ഇതിൽ സൗകര്യമുണ്ട്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി. ഓപ്ഷൻ എ ശൈലി ആപ്പ്, ബി സേഫ് കേരള, സി തുണ, ഡി നിർഭയം. അതിൽ ആൻസർ വരുന്നത് ബി ആണ്, സേഫ് കേരള. അതായത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയുവാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് എന്ത്? സേഫ് കേരള. അടുത്ത ഓപ്ഷനുകൾ നോക്കാം. ശൈലി ആപ്പ് ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരുന്നത് ശൈലി ആപ്പാണ്. ശൈലി ആപ്പ് എന്ന് പറഞ്ഞാൽ അസാംക്രാമിക രോഗങ്ങളെ നിയന്ത്രിക്കുക, അവ നേരത്തെ കണ്ടെത്തുക, രോഗികൾക്ക് ശരിയായ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശൈലി ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത തന്നിരുന്നത് ഓപ്ഷൻ സി തുണയാണ്. തുണ എന്നത് കേരളത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ടാബ്ലറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കോവിഡ്-19 മഹാമാരി കാലത്ത് പഠനം മുടങ്ങുവാതിരിക്കാനായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിനായി ടാബ്ലറ്റുകൾ ലഭ്യമാക്കുക എന്നതായിരുന്നു തുണയുടെ പ്രധാന ലക്ഷ്യം. ഓപ്ഷൻ ഡി ആയിട്ട് നൽകിയിരുന്നത് നിർഭയം. നിർഭയം എന്നത് കേരള സംസ്ഥാനത്തെ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ ഒരു സുപ്രധാന പദ്ധതിയാണ്.
ഓപ്ഷൻ ഡി ആയിട്ട് നൽകിയിരിക്കുന്നത് നിർഭയമാണ്. നിർഭയം എന്നത് കേരള സംസ്ഥാനത്തെ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ ഒരു സുപ്രധാന പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്നത് 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? 1 കാവേരി കൃഷ്ണ, 2 നർമ്മദ താപ്തി, 3 ഗോദാവരി മഹാനദി, 4 മഹാനദി കൃഷ്ണ. ആൻസർ വന്നിരിക്കുന്നത് ബി ആണ്, നർമ്മദ താപ്തി. ആൻസർ നർമ്മദ താപ്തി. ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ഇവയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മിക്ക നദികളും പശ്ചിമഘട്ടം, വിന്ധ്യ, സത്പുര പോലെയുള്ള മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവ പ്രധാനമായും മഴവെള്ളത്തെ ആശ്രയിക്കുന്നതിനാൽ വേനൽക്കാലത്ത് ഈ നദികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയാറുണ്ട്. അതായത് ഇവ മൺസൂൺ നദികളാണ്. ഭൂരിഭാഗം നദികളും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതായത് ഗോദാവരി, കൃഷ്ണ, കാവേരി എല്ലാം തന്നെ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നർമ്മദ, താപ്തി തുടങ്ങിയ ചുരുക്കം ചില നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്നു. അതിന്റെ ഉദാഹരണങ്ങളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, നർമ്മദ, താപ്തി. അതായത് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് ഏതൊക്കെ? നർമ്മദ, താപ്തി. ഭൂരിഭാഗം നദികളും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതായത് ഗോദാവരി, കൃഷ്ണ, കാവേരി എല്ലാം തന്നെ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നർമ്മദ, താപ്തി തുടങ്ങിയ ചുരുക്കം ചില നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. തുടർന്നുള്ള വീഡിയോസ് കാണാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഡെയിലി ഓരോ ചോദ്യങ്ങളും ഓരോ ടിപ്സുകളും ചാനലിലുണ്ട്. അതുകൂടി മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകാം. എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.